നമ്മളെല്ലാവരും കറിക്ക് കടുക് താളിക്കാറുണ്ട് അല്ലേ? കറികൾക്ക് മാത്രമല്ല, നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴും കപ്പ പുഴുങ്ങുമ്പോഴും ഒക്കെ നമ്മൾ താളിച്ച് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ താളിച്ചൊഴിക്കുമ്പോൾ തന്നെ ആ കടുകും മുളകും ഉള്ളിയും കറിവേപ്പിലയൊക്കെ കൂടെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതോടൊപ്പം കറികൾക്കൊരു പ്രത്യേക ടേസ്റ്റും വരും നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട്, ഒക്കെ താളിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട്. പക്ഷേ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു പോരുന്നത് മാത്രം. നമ്മൾ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചൊന്നും അതിൻ്റെ ഉപയോഗങ്ങൾ എന്തുകൊണ്ടാണ് കടുക് പൊട്ടിച്ച് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. കാരണം എല്ലാവരും ചെയ്യുന്നു, അപ്പം നമ്മളതനുസരിച്ച് പണ്ട് കാലം തൊട്ടേ നമ്മുടെ മുത്തശ്ശിമാർ ചെയ്തു, നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ നമുക്ക് കടുകൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. കാരണം കടുകിനുള്ളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് ധാതുക്കളും നമ്മുടെ പോഷകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഉലുവ, അതുപോലെ ജീരകം, ഇതൊക്കെ നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും നമ്മുടെ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും അങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രോഗത്തിനെ ഒരു പരിധി വരെ മാറ്റി നിർത്താനുള്ള പോഷകങ്ങളൊക്കെ ആവശ്യമായ ഘടകങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ കടുക് താളിക്കുന്ന ഓരോ സാധനങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാർ തൊട്ട് പണ്ട് കാലങ്ങളിൽ ഈ കടുകൊക്കെ താളിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഓരോ സാധനങ്ങൾക്ക്, ഇപ്പോൾ കടുകിന് എന്താണ് ഒരു ഗുണങ്ങൾ, അല്ലെങ്കിൽ നമ്മളത് കറിവേപ്പില ഉപയോഗിക്കുന്ന എന്തിനായിരിക്കും, അതേപോലെ തന്നെ ഉള്ളി ഉപയോഗിക്കുന്നത്, വെളുത്തുള്ളി കടുക് താളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും ഗുണങ്ങൾ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മായങ്കോമഡസിൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റും.